സിംഗിൾ ആം ഡംബിൾ ഡ്രോയിങ് ഇത് ലാറ്റ് മസിൽസിലുള്ള പ്രധാനപ്പെട്ട ഒരു എക്സസൈസ് ആണ്. വീടുകളിലും അതുപോലെ ജിമ്മുകളിലും നമുക്കൊരു ഡംബിൾ ഉണ്ടെങ്കിൽ ഈ എക്സസൈസ് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. എന്നാൽ ഒട്ടുമിക്ക ആളുകളും ഈ എക്സസൈസ് ചെയ്യുന്നത് തെറ്റായിട്ടുള്ള രീതിയിലാണ്. ഡംബിൾ ഡ്രോ ചെയ്യുമ്പോൾ നിങ്ങൾ ആദ്യമായി ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങളുടെ അപ്പർ ബോഡി പാരലൽ ടു ദ ഫ്ലോറിലായിരിക്കണം. അല്ലാതെ ഒരുപാട് പൊങ്ങിയോ ഒരുപാട് താന്നോ നിൽക്കാൻ പാടില്ല. അതുപോലെ നിങ്ങളുടെ സ്പൈൻ സ്ട്രെയിറ്റ് ആയിരിക്കണം, ബെൻഡ് ചെയ്ത് നിൽക്കാൻ പാടില്ല. എപ്പോഴും നിങ്ങളുടെ ലെഗ് വൈഡാക്കി മാത്രം വെക്കുക. ഇപ്പോൾ നിങ്ങൾ ഈ ലെഫ്റ്റ് ഹാൻഡ് ആണ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലെഫ്റ്റ് ലെഗ് കുറച്ച് ബാക്കിലേക്ക് ഇറക്കി വെച്ചതിന് ശേഷം മാത്രം ഡംബിൾ ഡ്രോ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ സ്റ്റെബിലിറ്റി കിട്ടും. ഇനി നിങ്ങൾ ഡംബിൾ മുകളിലേക്ക് ലിഫ്റ്റ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങളുടെ ഷോൾഡർ ജോയിൻ്റ് ആയിരിക്കണം കൂടുതൽ മൂവ് ചെയ്യേണ്ടത്, അല്ലാതെ എൽബോ ജോയിൻ്റ് ആയിരിക്കരുത്. എൽബോ ജോയിൻ്റ് ഒരുപാട് മുമ്പിലേക്കോ ഒരുപാട് പുറയിലേക്കോ വെച്ചുകൊണ്ട് നിങ്ങൾ ഡ്രോയിങ് ചെയ്യരുത്. അത് തെറ്റാണ്. അങ്ങനെ ചെയ്താൽ ലാറ്റ് മസിൽസിൻ്റെ ഇൻവോൾവ്മെൻറ്റ് കുറയുന്നതാണ്. ഡംബിൾ മുകളിലേക്ക് ലിഫ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ വേറൊരു കാര്യം ശ്രദ്ധിക്കുക, ഒരിക്കലും എൽബോ ജോയിൻ്റ് നിങ്ങളുടെ ബോഡി ലൈനിനെ ക്രോസ് ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്താൽ ലാറ്റ് മസിൽസിനേക്കാൾ കൂടുതൽ ഇൻവോൾവ് ആകുന്നത് റിയർ ഡെൽറ്റ് മസിലായിരിക്കും. ചില ആളുകളൊക്കെ താഴേക്ക് ഡംബിൾ ചെയ്യുമ്പോൾ മുമ്പോട്ട് ഒത്തിരി സ്ട്രെച്ചിങ് കിട്ടാൻ വേണ്ടി കൊണ്ടുവരുന്നുണ്ട്. ഇത് അനാവശ്യമായിട്ടുള്ള സ്ട്രെസ് ഷോൾഡർ ജോയിന്റിന് കൊടുക്കും. സോ ബിഗിനേഴ്സിന് ഇത് ഇഞ്ചുറി വരാനുള്ള സാധ്യതയുണ്ട്. ഒന്നുകൂടി ശ്രദ്ധിച്ചോളൂ, രണ്ട് ലെഗ് ആദ്യം നമ്മൾ വൈഡാക്കി വെക്കുന്നു. അതിനുശേഷം നമ്മൾ കൂടുതൽ സ്റ്റെബിലിറ്റിക്ക് വേണ്ടി ഒരു കാല് കുറച്ച് ബാക്കിലേക്ക് വെക്കുന്നു, കൈ നമ്മളുടെ ബെഞ്ചിൽ പ്ലേസ് ചെയ്യുന്നു. ഡംബൽ ലിഫ്റ്റ് ചെയ്യുമ്പോൾ നമ്മളുടെ ചെസ്റ്റ് അപ്പ് ചെയ്തതിന് ശേഷം സ്പൈൻ സ്ട്രെയിറ്റ് ആക്കുന്നു. ഡംബൽ ലിഫ്റ്റ് ചെയ്തുകൊണ്ട് വരുമ്പോൾ ബോഡി ലൈൻ ക്രോസ് ചെയ്യാൻ പാടില്ല. ഷോൾഡർ ജോയിൻറ്റിനായിരിക്കണം കൂടുതൽ മൂവ്മെൻറ്റ്, അല്ലാതെ എൽബോ ജോയിൻറ്റിൽ മൂവ്മെൻറ്റ് കുറവായിരിക്കണം. അതിനുശേഷം കൺട്രോൾ ചെയ്ത് ഡംബൽ പതുക്കെ താഴേക്ക് ഫുള്ള് കൊണ്ടുവരിക, ഫുള്ള് സ്ട്രെച്ച് ചെയ്യുക, മുകളിലേക്ക് പതുക്കെ കൺട്രോൾ ചെയ്ത് വരിക, ബോഡി ലൈൻ ക്രോസ് ചെയ്യാൻ പാടില്ല. ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുക. സോ ഇനിയും നിങ്ങൾ അക്കൗണ്ട് ഫോളോ ചെയ്തില്ലെങ്കിൽ ഇന്ന് തന്നെ ചെയ്തോളൂ, അല്ലെങ്കിൽ നഷ്ടം നിങ്ങൾക്ക് തന്നെയാണ്.